35 വർഷം മുമ്പ് ഞാനൊരു ഹോസ്പിറ്റലിൽ JBHനായിട്ട് വർക്ക് ചെയ്യായിരുന്നു. ടെമ്പററി ആയിരുന്നു, കൂടിമുണ്ടം ഭാഗം. അപ്പോൾ അങ്ങനെ വർക്ക് ചെയ്യുന്ന ഒരു ദിവസം ഞങ്ങളുടെ ഹോസ്പിറ്റലിലെ ഒരു ചേച്ചി, അറ്റൻഡറാണ്, ഭാർഗവി ചേച്ചി, അവർ വന്നിട്ട് പറഞ്ഞു, സിസ്റ്ററെ, നമ്മുടെ അയലക്കത്ത് രാഘവേട്ടൻ്റെ വീട്ടിൽ ഒരാൾ വന്നിട്ടുണ്ട്, അയാളെ പോയിരുന്നു കാണാം. ആരാണെന്നൊന്നും പറഞ്ഞില്ല കേട്ടോ എന്നോട്. അവിടെ ചെന്ന് അദ്ദേഹത്തെ കണ്ടു കഴിഞ്ഞപ്പോൾ എന്തോ ഒരു പ്രത്യേക ഒരു ദിവ്യശക്തി ഫീൽ ചെയ്തു. അദ്ദേഹം ചോദിച്ചു, മോൾക്ക് എന്താണ് അറിയേണ്ടത്? പുള്ളിയൊരു അസ്ട്രോളജർ ആണ്. ആൾ ഫിഷറീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ ജോലി ചെയ്തിരുന്ന ആളാണ്. പിന്നെ ഇതിലുള്ള കമ്പം കൊണ്ട് തോന്നുന്നു അയാളതൊക്കെ ജോലി രാജിവെച്ചിട്ട് 7 രാജ്യങ്ങൾ ഈ ഇതിനായിട്ട് അസ്ട്രോളജിയായിട്ട് ബന്ധപ്പെട്ട് 7 രാജ്യങ്ങൾ സഞ്ചരിച്ച ആളാണ്, സന്ദർശിച്ചിട്ടുണ്ട്. AR അയ്യപ്പൻ എന്നാണ് പേര്, തളിക്കുളം ഭാഗം. അപ്പോൾ എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ ലൈഫിനെ പറ്റി ഞാൻ ചോദിച്ചു. അതായത് എൻ്റേത് ലവ് മാരേജാണ്, കുടുംബത്തിൽപ്പെട്ട ആൾ തന്നെയാണ്. അപ്പോൾ പുള്ളി ഞാൻ ആരോടും പറയാത്ത കാര്യങ്ങളൊക്കെ അദ്ദേഹം എന്നോട് ചോദിക്കുക, രഹസ്യമായിട്ട് വെച്ചിരിക്കുന്ന കാര്യങ്ങൾ പോലും. അതായത് ഞാൻ നഴ്സിംഗ് പഠിച്ചിരിക്കുമ്പോൾ എൻ്റെ കൂട്ടുകാരികൾ എന്നോട് എങ്ങനെയൊക്കെയാണ് പെരുമാറിയിട്ടുള്ളത്, ആ കാര്യങ്ങൾ വരെ അദ്ദേഹം എന്നോട് പറഞ്ഞു. പിന്നെ ഒരു ദിവസം എന്നെ കാണാനായിട്ട് വന്നിട്ട് പറഞ്ഞു, ഭർത്താവിന് ഒരു ദൂരയാത്ര വേണ്ടി വരും, അവിടെ വെച്ചൊരു അപകടം ഉണ്ടാവും, ഗണപതി മന്ത്രം ചൊല്ലാൻ പറഞ്ഞൊരു മൂലമന്ത്രം തന്നു. ഞാനത് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. എൻ്റെ ഹസ്ബൻഡ് ആ ആഴ്ചയിൽ ലീവിന് വന്ന ആൾ കോട്ടയത്തായിരുന്നു, ഞാൻ തൃശ്ശൂരും. വന്നു കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, ഗോഹട്ടിലേക്ക് ട്രാൻസ്ഫർ, അന്ന് റബ്ബർ ബോർഡിലാണ്, അഗർത്തല ഗോഹട്ടിലേക്ക് ട്രാൻസ്ഫർ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഇദ്ദേഹം പറഞ്ഞ കാര്യം ഓർത്തു. അപ്പോൾ ആ മന്ത്രം എഴുതി ആളുടെ പേഴ്സിൽ വെച്ച് കൊടുത്തു. ഗോഹട്ടിൽ വെച്ച് തീവ്രവാദികൾ തടഞ്ഞ് മഴ വീശുകയും തോക്ക് ചൂടുകയൊക്കെ ചെയ്യും. ഗണപതി ഭഗവാന്റെ അനുഗ്രഹം ഇന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു, ഒന്നും സംഭവിച്ചില്ല. അതിന് ഒരാഴ്ച മുമ്പ് ഇവരെ ബോർഡിലെ 7 പേരെ തീവ്രവാദികൾ കൊന്നു. പക്ഷേ ഈ സംഭവം ഉണ്ടായത് 90-ലല്ല കേട്ടോ, 92-ലാണ് സംഭവം ഉണ്ടായത്. ആ പ്രാവശ്യം പോയപ്പോൾ കുഴപ്പമുണ്ടായിരുന്നില്ല. പക്ഷേ അദ്ദേഹം അത് മുൻകൂട്ടി കണ്ടു, ഈ 2 വർഷത്തിന് ശേഷം സംഭവിക്കുന്നത്. അതുപോലെ തന്നെ അമ്പലത്തിൽ പോയപ്പോൾ അമ്പലത്തിലെ ശാന്തി ഇതേ സംഭവം തന്നെ പറഞ്ഞു, ഭർത്താവിനൊരു ആപത്ത് വരാൻ പോകുന്നുണ്ട്. ഇതൊക്കെ എങ്ങനെ അറിയും? അപ്പോൾ എല്ലാവരും കഴിവ് ഒരുപോലെയാണ്.